പഴയ നിയമകാലത്ത് ഒരു ദാസൻ തൻ്റെ യജമാനൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വിറച്ചും ഭയപ്പെട്ടും കൊണ്ടും ആയിരുന്നു. എന്നാൽ അപ്പൻ്റെ മുമ്പിൽ മക്കൾ നിൽക്കുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. ഒരു ദൈവപൈതലിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ലഭിച്ച ആ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ നാം ആരും ഭയപ്പെട്ടുകൊണ്ട് ചെല്ലേണ്ടവരല്ല. ദൈവഭയം നമുക്കുണ്ടാവണം. എന്നാൽ ഒരു ദാസനെപ്പോലെ യജമാനൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവരല്ല നാം, മറിച്ച് മക്കളെപ്പോലെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഏത് സമയത്തും സ്വാതന്ത്ര്യത്തോടെ ചെല്ലുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നു. അതായത് ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള ചിന്ത എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ആദാമ്യ കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വീണ്ടും ജനന അനുഭവം എന്നൊക്കെ പറയുന്നത്. ദത്തെടുപ്പ് അന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു. മറ്റൊരുത്തനെ ദത്തെടുത്താൽ ദത്തെടുത്ത പുത്രന് പഴയ കുടുംബത്തിലുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. പുതിയ കുടുംബത്തിലെ നിയമാനുസരണമുള്ള പുത്രൻ്റെ എല്ലാ അവകാശങ്ങളും ലഭിക്കും. അതുമാത്രമല്ല, ഒരാളെ ദത്തെടുത്ത് പുത്രനാക്കി കഴിഞ്ഞാൽ അവന് ഒരു പുതിയ പിതാവിനെ ലഭിക്കുന്നു. പുതിയ പിതാവിൻ്റെ സ്വത്തിനെല്ലാം അവൻ അവകാശിയാകുന്നു. ആ പിതാവിന് പിന്നീട് എത്ര മക്കളുണ്ടായാലും ഇവൻ്റെ അവകാശത്തിന് ഒരിക്കലും ഒരു തകരാറും വരികയില്ല. അവനും അവരോടൊപ്പം കൂട്ടവകാശി ആയിത്തീരും. നിയമമനുസരിച്ച് പുത്രത്വം പ്രാപിച്ചവൻ്റെ പഴയ ജീവിതത്തിലുള്ള എല്ലാ കടങ്ങളും റദ്ദാക്കപ്പെടും. കഴിഞ്ഞ കാലത്തിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ ആളായിട്ട്, പുതിയ ഒരു പിതാവിൻ്റെ മകനായിട്ട് അവൻ തീരുന്നു. ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഒരാളെ മറ്റൊരു കുടുംബത്തിലേക്ക് ദത്തെടുക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ആദാമ്യ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുത്തു എന്നുള്ള സന്ദേശമാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടരുത്. ഒരു ദാസൻ ഭയപ്പെട്ട യജമാനൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കേണ്ടവരല്ല, മറിച്ച് ഒരപ്പൻ്റെ മുമ്പിലേക്ക് മകൻ എത്ര സ്വാതന്ത്ര്യത്തോടെ ഭയമില്ലാതെ ചെല്ലുന്നത് പോലെ ചെല്ലേണ്ടവരാണ്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്ന് പൗലോസ് കൂട്ടിച്ചേർക്കുന്നു. നാം മക്കൾ ആകുന്നു എങ്കിൽ അവകാശിയാണ്. അവകാശി ക്രിസ്തുവാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. സകലത്തിൻ്റെയും അവകാശി ക്രിസ്തുവാണ്. എന്നാൽ നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ ആകുന്നു എന്നുള്ള ഉറപ്പ്, വാഗ്ദത്തം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഇവിടെ സംസാരിക്കുന്നത്. നാം നമ്മുടെ പദവി തിരിച്ചറിയണം. നാം ആരാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട പുത്രത്വം കൃപയാൽ ലഭിച്ച വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പാപം നിറഞ്ഞ സ്വയം നമ്മെ ഭരിക്കരുത്.
അതിൻ്റെ ആ സ്വയത്തിൻ്റെ ആവശ്യത്തിനൊത്ത് നാം ജീവിക്കരുത്. പാപം നിറഞ്ഞ നമ്മുടെ സ്വയം നമ്മോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് നാം ജീവിച്ചാൽ നമ്മൾ ആത്മീയമായി മരിക്കും. എന്നാൽ നാം ദൈവകുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട്, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക് നാം വിരാമം കുറിക്കണം. നമ്മെ നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുവദിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ മക്കൾ. ഭയത്തോടെ ജീവിതം നയിക്കുവാൻ അല്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ നമ്മെ പൂർവാധികം ഉണർത്തുമാറാകട്ടെ, ധൈര്യപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അപ്പനും മകനും എന്ന പോലെയാണ്. മക്കൾക്ക് ഏത് സമയത്തും പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയുന്നത് പോലെ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലേണ്ടവരാണ്. നമുക്കതിനായി സമർപ്പിക്കാം. കുറ്റബോധം നിമിത്തം പലപ്പോഴും പലർക്കും ദൈവസന്നിധിയിൽ വരുവാൻ ധൈര്യം ഉണ്ടാകുന്നില്ല. ദൈവം എന്നെ സ്വീകരിക്കുമോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, ഞാൻ അത്രമാത്രം ദുഷ്ടനാണ് എന്നൊക്കെയുള്ള ചിന്ത പലർക്കുമുണ്ടെന്നാൽ ആദാമ്യ കുടുംബത്തിൽ നിന്ന് ദൈവിക കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുക്കുവാൻ ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ആ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവർക്ക് തീർച്ചയായും അങ്ങനെ ആഗ്രഹിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് മക്കളായിട്ട് ജീവിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.